യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 51 അധ്യായം 20 വചനം, വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. വയലിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. അതെങ്ങനെ? മാൻ വലയിൽ കുടുങ്ങിയാലത്തെ അവസ്ഥ എന്താ? മാൻ വലയിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? കുടുങ്ങിയതുപോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുക. എങ്ങനെയാണ് മയങ്ങിക്കിടങ്ങിയത്? മയക്കമെന്ന് എങ്ങനെയാ? മയക്കുമരുന്നൊക്കെ അടിച്ച് അല്ലെ ലഹരിയൊക്കെ അടിച്ച് മയങ്ങിക്കിടക്കാണ്. ഹല്ലേലൂയ. അവരുടെ മേൽ കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ സ്പർശനവും കുന്നുകൂടിയിരിക്കുന്നു. അതിപീഡനം സഹിക്കുന്നവളെ, വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ. ഉണ്ടോ? അതെങ്ങനെ? വീഞ്ഞു കുടിക്കാതെ, മദ്യം കുടിക്കാതെ എങ്ങനെ ബോധമറ്റത്? മയക്കുമരുന്ന് അടിച്ചാൽ മതി, സുബോധം മൊത്തം പോവും. വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക. ഹല്ലേലൂയ. ഇന്നിത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീഡിയോ കാണാനിടയായി. തിരുവനന്തപുരം കടപ്പുറത്ത് നിന്ന് അവിടെയുള്ള ആളുകളോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വീഡിയോ. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മക്കളെ വളരെ സൂക്ഷിക്കണം, മയക്കുമരുന്നിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടുപോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മയക്കുമരുന്നുമായിട്ട് പോലീസ് പിടിച്ചു. ഇവർ പിടിച്ച ഈ കൊച്ചിന് മയക്കുമരുന്ന് വിൽപ്പനക്കാർ അല്ലെ അങ്ങനെ കഴിക്കുന്നവർ കൊടുത്ത് ഈ കുഞ്ഞിനെ കെണിയിലാക്കി. പിന്നെ ഈ കൊച്ചിന് മയക്കുമരുന്നില്ലാതായി, കിട്ടത്തില്ലാതെ നിവൃത്തിയില്ലാതായി. അപ്പം ഈ കൊച്ചിനെ കാരിയറാക്കി മയക്കുമരുന്ന് മറ്റവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വാഹകയാക്കി മാറ്റി. അങ്ങനെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ളത് കിട്ടും. MDMA എന്ന മയക്കുമരുന്നാണ്. അത് സിന്തറ്റിക് മയക്കുമരുന്നാണ്, ലാസരഗരിയാണ്. അത് ഉപയോഗിച്ചാൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി, പെട്ടുപോയി തന്നെ, പിന്നെ രക്ഷപ്പെടാൻ വലിയ പാടാണ്. അപ്പോൾ ഈ 8 വയസ്സുകാരൻ ഇതിന് അടിമയായി. വീട്ടുകാരൊന്നും അറിയുന്നില്ല. ഈ പാവം കുട്ടിയെ MDMA ആയിട്ട് പിടിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണ്. മാതാപിതാക്കളെ, വീട്ടുകാരെ വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, കേസൊന്നും എടുത്തില്ല. ആ കുഞ്ഞിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 3ാമത്തെ ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. മയക്കുമരുന്ന് കിട്ടാനില്ല, ഒരു വീട്ടിൽ തന്നെ കൊച്ചിനെ വിടുന്നില്ല. 3ാം ദിവസം കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. അവിടെ എത്രയോ കുഞ്ഞുങ്ങള് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ ലഹരിയിൽ യുവതിവാക്കന്മാർ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ശരിക്കും ഈ ലഹരി പാപമാണ്, മദ്യപാനം പാപമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇത് ജീവിതത്തെ തകർക്കും, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാതെ അവർ ഇതിൻ്റെ ഒരു അടിമത്വത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടകരമായ കാര്യം. എത്രയോ മാതാപിതാക്കളെ സങ്കടപ്പെടുന്നറിയോ മക്കൾ ഇതിൻ്റെ ഒരു അവസ്ഥയിലായിട്ട്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും മയക്കുമരുന്ന് കണ്ടമാനമായിട്ട് വിൽപ്പനയുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അല്ലാതുള്ളവരൊക്കെ ഈ ലഹരി കഴിക്കുന്നുണ്ട്, അതിൻ്റെ അടിമത്വത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും നേരിടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, യേശുവേ ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ചു കർത്താവിനെ നമുക്ക് എത്തപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരമുയർത്തിയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തില് 4ാം അധ്യായത്തില് 1 മുതൽ 3 വരെ വചനങ്ങൾ. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. വിശ്വസ്തതയില്ല, സ്നേഹമില്ല. ഏത് മേഖല നോക്കിയാലും, ജോലി മേഖല നോക്കിയാൽ വിശ്വസ്തതയുണ്ടോ? കുടുംബജീവിതത്തിൽ വിശ്വസ്തതയുണ്ടോ? ഏത് കാര്യത്തിലാണ് വിശ്വസ്തയുള്ളത്? വിശ്വസ്തയൊക്കെ വളരെ നഷ്ടപ്പെട്ടു. വിശ്വസ്തതയില്ല, സ്നേഹമില്ല, പരസ്പരമുള്ള സ്നേഹമില്ല, വിധേയത്വമില്ല, പരസ്പരം അംഗീകരിക്കുന്നില്ല. അടുത്തത് പറയുന്നു വചനം, ദൈവവിചാരം ദേശത്ത്
അറ്റുപോയിരിക്കുന്നു. അതൊരു സത്യവാ. ദൈവ വിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ദേശം ഭരിക്കുന്നവർ, രാജ്യം ഭരിക്കുന്നവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല. നിരീശ്വരവാദികളും അങ്ങനെയുള്ളവരാ പലയിടത്തും ഭരണം നടത്തുന്നത്. ദൈവത്തെ വിളിക്കാത്ത നേതാക്കന്മാർ ഭരിച്ചാൽ ഒരു നാടിൻ്റെ അവസ്ഥ എങ്ങനെയാകും? നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ മതി. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ആണയിടുന്നു തെറ്റാണ്. ദൈവത്തെ കൊണ്ട് ആണയിടുക പലരും ചെയ്യാറുണ്ട്, പാടില്ല. വഞ്ചന ചെയ്യുക, വഞ്ചന ചെയ്യാൻ ഒരു മടിയുമില്ല. കൊലപാതകം, മനുഷ്യരെ കൊല്ലുവാനായിട്ട് മടിയില്ല. അബോർഷൻ ചെയ്യാൻ മടിയില്ല. വചനം പറയുന്നുണ്ട് 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. വെറുപ്പുണ്ടോ? നീ കൊലപാതകയാണ്. വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. സീമാതീതമായിരിക്കുന്നു. അതിര് വിട്ടു എന്നാ പറയുന്നത്. അതിരിൻ്റെ അപ്പുറമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് നോക്കിയേ, ചുറ്റുവട്ടം നോക്കിയേ, പത്രങ്ങളിൽ നോക്കിയേ, ഇതൊക്കെ കാണാനുള്ളൂ. അവിഹിത ബന്ധങ്ങളുടെ എത്ര സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്നു. ഭാര്യയുടെ അവിഹിതം പിടിച്ചു. അവസാനം എന്ത് ചെയ്തു? കാമുകരും കൂടി ഭർത്താവിനെ കൊന്നു. എത്ര സംഭവങ്ങളാ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിഹിത വീഴ്ചകളും സംഭവങ്ങളും. കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, ഒക്കെ നടക്കുക. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. വചനം എത്ര കൃത്യവാ. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറയുന്ന വചനങ്ങളൊക്കെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ പറഞ്ഞ വചനമൊക്കെ 100% നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ചെറുതും വലുതുമായ പാപത്തിൻ്റെ വഴികളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ നമ്മളാരും കൊലപാതകം ചെയ്യുന്നവരൊന്നുമല്ല. പക്ഷെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ പാപം തന്നെയാണ്. നമ്മൾ പരമാവധി ആരെയും വെറുക്കാതിരിക്കുക, ക്ഷമിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പാപത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖല ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് മടങ്ങി വരിക. ഏതെങ്കിലും യുവാക്കന്മാർ മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിലായോ, കർത്താവിന് അവരെ വിടുവിക്കാൻ സാധിക്കും. എത്ര മയക്കുമരുന്നിൻ്റെ അടിമത്വമാണെങ്കിലും കർത്താവിൻ്റെ ആത്മാവ് വന്നാൽ ആ വ്യക്തിക്ക് വിടുതല. ഏതവസ്ഥയുള്ള വ്യക്തിക്കും പരിശുദ്ധാത്മാവിന് വിടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. പറ്റുമോ? പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുടെ കരമേറ്റി സ്തുതിച്ചേ. ശക്തമായൊരു സ്തുതിപ്പ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പൂർണ്ണ ശക്തിയോടുകൂടി മനസ്സ് തുറന്നൊന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനം 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വചനങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ഏറ്റവും വലിയ പാപം അത്, സ്വാർത്ഥ സ്നേഹം. എനിക്ക്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, വേറെ ഒന്നും ആർക്കുള്ളതല്ല. ഇതൊരു തെറ്റായ ചിന്ത. നമുക്ക് ദൈവം തന്ന സമ്പത്ത്, നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാനുള്ളതാണ്, മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതാണ്. അത് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷത്തിൽ കഴിയുന്നു. ചേട്ടനും അനിയനും തമ്മിൽ വൈരാഗ്യത്തിൽ കഴിയുന്നു. സ്വത്തിൻ്റെ തർക്കം, അല്ലെങ്കിൽ വിദേശത്ത് ഒരാൾ പണമുണ്ടാക്കി മറ്റേയാൾക്ക് പണമില്ല. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്വാർത്ഥത കൈപിടിക്കണം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മറ്റൊന്നും എനിക്ക് ബാധകമല്ല. അത് തെറ്റായ ചിന്തയാണ്. ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും. ധനമോഹം, ഏതെങ്കിലും അധാർമിക വഴികളിൽ പണം സമ്പാദിക്കാനുള്ള മോഹം, കൈക്കൂലി, അഴിമതി, ബ്ലേഡ് നടത്തുക, അങ്ങനൊക്കെ പണം സമ്പാദിക്കുക വലിയ തെറ്റു തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരനോട് പങ്കുവെച്ചൊരു അനുഭവം. അദ്ദേഹത്തിന് വീടൊക്കെ പണിതിച്ച കടബാധ്യത.
അപ്പോൾ ആർക്കോ 1,00,000 രൂപ വായ്പ മേടിച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് ബ്രദറെ, ഞാൻ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഒരു ബ്ലേഡുകാരനെടുക്കുക ചെന്നു. ഞാൻ ചോദിച്ചു, ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിയാണ്. 1,00,000 രൂപ പലിശയ്ക്ക് മേടിച്ചു. പലിശ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 100 രൂപയ്ക്ക് മാസം 15 രൂപ പലിശ. 100 രൂപയ്ക്ക് മാസം 15 രൂപ. അതായത് ഈ 1,00,000 രൂപ മേടിക്കുമ്പോൾ 15,000 രൂപ കുറച്ച് 85,000 രൂപ കൊടുക്കുള്ളൂ. ഒരു മാസത്തെ പലിശയാണ് 1,00,000 രൂപയ്ക്ക് 15,000 രൂപ. ഞാൻ ചോദിച്ചത്, ക്രിസ്ത്യാനി തന്നെയാണോ ഈ പലിശക്കെന്ന്? ക്രിസ്ത്യാനിയാണ്. എന്തൊരു ക്രൂരതയത്! ബാങ്കിലൊക്കെ 80 പൈസ 1 രൂപയൊക്കെ പലിശ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ 2 രൂപ കൊടുക്കും. അതൊക്കെ നമുക്ക് ഇച്ചിരി പൊറുക്കാം, എന്നാലും പറ്റുകയില്ല. തെറ്റ് തന്നെയാണ്. പലിശക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. ഇവിടെ ഇത് 100 രൂപയ്ക്ക് 15 രൂപ, 1,00,000 രൂപ. അദ്ദേഹം പറയാണ് 85,000 രൂപ തന്നു, 15,000 രൂപ അപ്പം തന്നെ ആദ്യ മാസത്തെ പലിശ എടുത്തു. പിറ്റേ മാസം 15,000 രൂപ കൊടുക്കണം. 6 മാസം 15,000 രൂപ വെച്ച് കൊടുത്താൽ 90,000 രൂപയായി അല്ലേ? 15 90. 7 മാസം കൊടുത്താൽ 1,00,000 രൂപ കൈ ചെന്നു. പിന്നെ മേടിച്ച് 1,00,000 കൊടുക്കാൻ കിടക്കുക. എങ്ങനെയുണ്ട് ഇതൊക്കെ? അങ്ങേറ്റത് എന്താ ഇതൊക്കെ? എവിടെ ചെന്ന് അവസാനിക്കും? ഇതുപോലെ അധാർമികമായിട്ട് ധനത്തോടുള്ള മോഹം ആർത്തിയായിട്ട് മാറി പണം സമ്പാദിക്കുന്നവരുണ്ട്. ഇത് നാശത്തിനാ, തലമുറയ്ക്ക് നാശത്തിനാ. മദ്യം വിറ്റ്, ചാരായം വിറ്റ്, അല്ലെങ്കിൽ മദ്യഷാപ്പുകളെ മാറി നടത്തിയൊക്കെ പണം സമ്പാദിച്ചോ, തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. വൻ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറും. തലമുറയ്ക്ക് അതൊക്കെ ദോഷമായിട്ട് മാറും. ആ വഴിക്കൊന്നും പണം സമ്പാദിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അഹങ്കാരികൾ, ഗർവിഷ്ഠർ, ദൈവദൂഷകർ. അഹങ്കാരം അതൊരിക്കലും കൊള്ളുന്ന ഒരു കാര്യമല്ല. 1 കൊറിന്തോസ് 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമായത്. ഹല്ലേലൂയ. ഉണ്ട്. അഹങ്കരിക്കാനായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അഹങ്കരിക്കാനായിട്ട് നമുക്ക് ഒന്നുമില്ല. എല്ലാം ദൈവം ദാനമായിട്ട് നമ്മുടെ ബുദ്ധിയും കഴിവും ഓർമ്മയും അല്ലെ, സൗന്ദര്യവും പണവും വീടും നല്ല മക്കളും അല്ലെ കുടുംബം ഒക്കെ ദൈവം തന്ന ആണോ? അതെ. അത് കാരണം നമുക്ക് അഹങ്കരിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് അഹങ്കരിക്കരുത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വചനം തന്നെ പറയുന്നുണ്ട്, നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ജാമ്യം നിൽക്കുന്നവൻ കൊടുത്തു വീട്ടാൻ റെഡിയായിക്കൊള്ളെന്ന് പറയുന്നു. അതുകൊണ്ട് ജാമ്യം നിന്ന് സൂക്ഷിച്ചോണം. ആർക്കെങ്കിലും വല്ല പൈസ വായ്പ കൊടുത്താൽ അതിന് രേഖ മേടിച്ചോണം. അതിനകത്ത് തെറ്റൊന്നുമില്ല. അതിന് രേഖ മേടിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ രേഖയില്ല, ചെക്കുമില്ല, ഒന്നുമില്ല, അവസാനം ഇത് നിങ്ങളുടെ കാശ് പോവുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി പേര് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ശനിയാഴ്ച 2 അമ്മമാർ പറഞ്ഞ കാര്യം ഈ പറയുന്നത്. ഇത് ചതിവാണ്. പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത് വഞ്ചനയാണ്. അങ്ങനെയുള്ള കുറേ മനുഷ്യരും ഉണ്ട്. അത് പാടില്ല. അവർ മനുഷ്യത്വമില്ലാത്തവരും പറയുന്നുണ്ട്. വിശുദ്ധിയില്ല, ജഡികാസക്തി കഴിയപ്പെട്ടു. വിശുദ്ധിയില്ലാത്തവരും മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും. കഠിന മനസ്സാ. ഒന്നിനും വഴങ്ങാത്തവർ, അപവാദം പറയുന്നവർ. നാവിൻ്റെ പാപമാണത്. ആത്മനിയന്ത്രണമില്ല. മനസ്സിന് നിയന്ത്രണമില്ല. ആത്മനിയന്ത്രണമില്ലാതെ എല്ലാ പാപവഴിയിലും ജീവിക്കുന്നവര്, അപവാദം പറയുന്നവർ, ആത്മനിയന്ത്രണമില്ലാത്തവർ, ക്രൂരന്മാർ, നന്മയെ വെറുക്കുന്നവർ, വഞ്ചകർ, എടുത്തിയാട്ടക്കാർ, അകന്തയുള്ളവർ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവർ ആയിരിക്കും. എത്ര പാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവർ ആയിരിക്കും. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. കണ്ടോ? ഓരോ സഭസ്തോറിന് എല്ലായിടത്തും പറയുന്നുണ്ട് സമ്പർക്കമരുത് അല്ലേ? ഇവിടെ പറയാ അവരിൽ നിന്ന്, ഈ വിധ പാപങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളിൽ എന്ത് പാപമുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നന്നായിട്ട് ദൈവസന്നിധിയിൽ അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുക. ദൈവസന്നിധിയിൽ നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.